അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, മതവിരുദ്ധമുള്ളവർക്ക് ഒരു ജോലി അവസരം കണ്ടു. അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ അറിയാതെ, അതിന് കഴിവുള്ളവർ അറിയാതെ പോകരുത് എന്നുള്ള നിലക്ക് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വോയിസ് ആദ്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് കേന്ദ്രസേനയിലേക്കുള്ള അഥവാ പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. വർഷങ്ങളായിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ മതപണ്ഡിതന്മാരായിട്ട് അവിടെ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരും. അതിൽ മുസ്ലിം വിഭാഗം, അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുസ്ലിം വിഭാഗത്തിൽ അവിടെ കൊടുത്തതായിട്ട് കാണാം ഷിയ, സുന്നി. ഈ ഷിയ എന്ന് പറയുന്നത് ബോറികളാണ്. ബോറി മുസ്ലിംസ്, ദാബൂദ് ബോറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഗുജറാത്ത് ബേസ് ആയിട്ടുള്ള ഷിയാക്കളാണ്. അതേപോലെ തന്നെ ബോംബെ ബേസ് ആയിട്ടുള്ള ഷിയാക്കളും ഉണ്ട്. അപ്പൊ അതല്ല, അവര് വേറെ കാറ്റഗറിയാണ്. അതുപോലെ ഇവിടെ കേരളത്തിലെ ബോറികൾ വേറെയാണ്. ഷിയാക്കളുള്ളത്. അപ്പൊ ഒരുപാട് ടീമുണ്ട്. അപ്പം അത് ഒരു ടീമാണ് ഷിയാക്കള്. സുന്നികൾ എന്ന് പറയുന്നതിൽ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, നമ്മുടെ സുന്നി എല്ലാം വരുവായില്. അപ്പൊ ഇതില് ഞാൻ അറിഞ്ഞിടത്തോളം ഭൂരിപക്ഷം നമ്മുടെ ഉസ്താദുമാര് ഇതിലേക്ക് കൊടുക്കാറില്ല, എത്തിപ്പെടാറില്ല. അപ്പോ ഇത് ആർക്കൊക്കെ കൊടുക്കാമെന്നുകൂടി ഞാൻ ഷോർട്ടാക്കി പറയാം. SLC +2, പിന്നെ 2 വർഷത്തെ മതബിരുദം അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ റെക്കഗ്നൈസ്ഡ് ചെയ്തിരിക്കുന്ന സഖാഫി പോലെയുള്ള, സായദി പോലെയുള്ള, ഇപ്പോൾ ജാമ്യ ഹംദർത്തൊക്കെ അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയൊക്കെ അംഗീകരിച്ച ബിരുദമുണ്ടോ അത്. ഇനി അതേപോലെ തന്നെ മതബിരുദമുണ്ട്, ഭൗതികമുണ്ട്. അങ്ങനെയുള്ള ആൾക്കും ഇതിൽ അപേക്ഷ കൊടുത്തു നോക്കാം. ഓക്കെ, 2 വർഷത്തിൽ ചുരുങ്ങിയത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മതബിരുദമായിരിക്കണം. മീൻസ് സെൻട്രൽ ഗവൺമെന്റിലെ MA ലിസ്റ്റിലൊക്കെ വരുന്ന മതബിരുദം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ സഖാഫി പോലെയുള്ള ഉദവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉള്ള ബിരുദമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബാക്കവി ഒക്കെ പറ്റും, അതേപോലെ നിസാമി ഒക്കെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിശ്രമിച്ചൊക്കെ കിട്ടുമോ കിട്ടാതിരിക്കൊക്കെ വേറെ ക്രൈറ്റീരിയ ഉണ്ടാവും. വയസ്സ്, ഏജിന്റെ ഒക്കെ ഇതുണ്ടാവും. എന്നാലും നോക്കിയിട്ട് അത് നിങ്ങൾക്ക് അടുത്ത ഓൺലൈൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. എഴുത്ത് പരീക്ഷയാണ് ആദ്യഘട്ടം. പിന്നെ കായിക പരിശീലനം, മറ്റൊക്കെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്ക്. പോയാലേ നമുക്കൊരു അപേക്ഷ ഫീസ് മാത്രമേ പോകുള്ളൂ. ഇൻഷാല്ലാ. അപ്പോൾ വോയിസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു പോക്ക് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിന് കിട്ടുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. കായികപരമായിട്ടും അതുപോലെ തന്നെ പ്രസംഗ മേഖലയിൽ ഒരുപോലെ കഴിവ് തെളിയിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കായിക രംഗത്ത് കഴിവുള്ളവർ വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഓഫർ കിട്ടിയിട്ട് പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ട് വെച്ചാൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ പ്രായം വരുന്നത് 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട പ്രായം വരുന്നത്. പിന്നെ അതിന് യോഗ്യത 10+2 മതബിരുദവും കൂടി വേണം. അവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരസേനയിലെ സൈനികർ, അവർക്കുള്ള ധാർമ്മിക ബോധം കൊടുക്കുക, അതേപോലെ അവർക്ക് അവരെ കൗൺസിലിംഗ് ചെയ്യുക തുടങ്ങിയവയാണ് ജോലിയായിട്ട് വരുന്നത്. കൂടുതൽ ജോലിയില്ല. പക്ഷേ അതിൽ അതിൻ്റെ മുന്നേ ടെസ്റ്റ് ഉണ്ടാകും. നമ്മുടെ എഴുത്ത് പരീക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും. അത് പാസ്സാവേണ്ടി വരും. അപ്പം ഇങ്ങനെ കഴിവുള്ളവർക്ക് പിന്നെ അതൊന്നും വലിയ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുകയാണ്. അതേപോലെ അപേക്ഷിക്കേണ്ട തീയതി വരുന്നത് ഏപ്രിൽ 10 വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ടോ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി സ്വന്തമായിട്ടോ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് കരുതാണ്. അപ്പോൾ ഇതിന് കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് വീണ്ടും അറിയാണ്. അപ്പോൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ കഴിവുള്ളവർ അംഗീകരിക്കപ്പെടട്ടെ, ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ അറിവിൽ മറ്റുള്ള ആരുണ്ടെങ്കിലും അവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.